എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞപ്പോൾ അനുമോളുടെ മുന്നിൽ നൈസായിട്ട് ആതിര നൂറയുടെ ഒരു പൂങ്കണ്ണീര്. അയ്യോ, ആതിര കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ അതിലേക്ക് ഇങ്ങനെ വോട്ട് ചെയ്യലോ. അതിലേക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുക. ഈ അനുമോൾ എന്ന് പറയണ പുള്ളിക്കാരി നല്ല രീതിയിൽ കരയുന്നുണ്ട്, പുള്ളിക്കാരിക്ക് പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ യാതിൽ എന്ത് വാങ്ങാത്തൊലിയാണ് അവിടെ കാണിക്കണത്. ഇത്രയും ദിവസം അവിടെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഈ അനുമോള് നോമിനേഷനിൽ വരാത്ത സമയങ്ങളിൽ അതിലേക്കും നൂറയ്ക്കും അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാർ നല്ല പോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫേക്കായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ ആദിലയും നൂറയും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ലൈവ് എപ്പിസോഡൊക്കെ കാണുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് എൻ്റെതായ ഒപ്പീനിയൻ പറയാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു ഷോർട്സ് വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഉണ്ട്. അതായത് ഇന്ന് കിച്ചണിൽ നടന്ന സംഭവത്തിന് ശേഷം ആദില പോയിട്ട് നൈസായിട്ട് അനുമോളെ ചൊറിഞ്ഞ് 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 ആ ഒരു ബോൾ എറിയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ബോൾ എറിഞ്ഞിട്ട് പൈസ നേടുന്ന ആ ടാസ്ക്, അത് കഴിഞ്ഞതിന് ശേഷം ഗാർഡൻ ഏരിയ കൂടെ അനുമോള് നടക്കായിരുന്നു. അപ്പോൾ അതിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞ് 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 ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് കൺഗ്രാജുലേഷൻ, കൈതായോ കൈതായോ. അപ്പോൾ അനുമോള് കൈ കൊടുക്കാനൊന്നുമില്ല, വേണ്ട, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളെ പോലുള്ള ആളുകളുടെയൊക്കെ സ്വഭാവം ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലോ. എന്തായാലും ഇത്രയും ദിവസം കൂടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് വിഷമം പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. തൊട്ട് പിന്നാലെ ആദിലേയും ചെന്നിട്ട് ഭയങ്കര മോശമായിട്ട് എന്താ പറയുക, ടിഷ്യൂ പേപ്പർ തരാം, നീ എന്തായാലും അവിടെ ഇരിക്കല്ലേ, അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൃത്തിയായിട്ട രീതിയിലുള്ള ഡബിൾ മീനിങ് വർത്താനൊക്കെയാണ് ഈ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നൂറ വന്നിട്ട് ബാത്റൂമിൻ്റെ ഡോറിനെ പിടിച്ച് വലിക്കുക, എന്തൊക്കെയാണ് അവിടെ കാട്ടി കൂട്ടുണ്ടായിരുന്നത്. കഷ്ടം. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ മെയിനായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് കയറിയിട്ടൊന്ന് നിങ്ങളൊന്ന് കാണുക. ഓക്കെ, കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും കയറിയിട്ടൊന്ന് കണ്ടോളാം. ഓക്കെ.